അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ 100 കോടിയും കടന്ന് തേരോട്ടം തുടരുന്നു. ചിത്രത്തിന് ലഭിക്കുന്ന പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റിയും നിവിൻ പോളി അജു വർഗീസ് കോംബോയും കേരളത്തിൽ ചിത്രം വലിയ വിജയം നേടുന്നതിൽ നിർണായകമായിട്ടുണ്ട്. പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ കഥയെഴുതി സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രം സർവമായ തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ്. നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ട് വീണ്ടും ഒരുമിച്ചപ്പോൾ പ്രേക്ഷകർക്ക് കണ്ടുചിരിക്കാൻ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ലഭിച്ചത്. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന റിയ ഷിബുവിന്റെ അഭിനയത്തിനും പ്രശംസകൾ ലഭിക്കുന്നുണ്ട്. ഫൺ സ്വഭാവത്തിലൊരുങ്ങിയ ആദ്യ പകുതിയും ഇമോഷണൽ ഫീൽ ഗുഡ് രണ്ടാം പകുതിയുമാണ് സിനിമയുടെ പ്രത്യേകതയെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. റിലീസ് ചെയ്ത് 10 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി ക്ലബിലേക്ക് എത്തിയ ചിത്രം ഇപ്പോഴും തേരോട്ടം തുടരുകയാണ്. കേരളത്തിലും വലിയ നേട്ടമാണ് സിനിമ ഉണ്ടാക്കുന്നത്. 10 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം സിനിമ 50 കോടി നേടിയിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 12ാം ദിവസമായി തിങ്കളാഴ്ച മാത്രം ചിത്രം 2.25 കോടി രൂപയാണ് നേടിയത്. ഇതോടെ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 52.85 കോടി രൂപ നേടിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിലും ചിത്രം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നാണ് കളക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ദിനം 3.5 കോടിയായിരുന്നു സർവമായ കേരളത്തിൽ നിന്ന് നേടിയതെങ്കിൽ രണ്ടാം ദിനത്തിലേക്ക് എത്തിയപ്പോൾ വർധനവ് രേഖപ്പെടുത്തി. 4.1 കോടി രൂപയാണ് ചിത്രം രണ്ടാം ദിനം നേടിയത്. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം സിനിമയ്ക്ക് 4 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് നേടാനായി. ഇതിൽ 4ാമത്തെയും 8ാമത്തെയും ദിനങ്ങളിൽ 5 കോടിക്ക് മുകളിലാണ് സിനിമ വാരിക്കൂട്ടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്നും 8.15 കോടിയാണ് സർവമായ ഇതുവരെ നേടിയത്. ഇതോടെ സിനിമയുടെ ഡൊമസ്റ്റിക് കളക്ഷൻ 59.15 കോടിയായി. മിക്ക തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സിലാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വൻതുകയ്ക്ക് സ്ട്രീമിംഗ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വിവരം നിർമ്മാതാക്കൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. തിയേറ്റർ റൺ പൂർത്തിയാക്കിയ ഉടൻ തന്നെ ചിത്രം OTTയിൽ എത്തുമെന്നാണ് അനുമാനം. ഇപ്പോഴുള്ള ചിത്രത്തിന്റെ പ്രകടനം വെച്ച് റിലീസ് ചെയ്ത 35 മുതൽ 40 ദിവസത്തിനുള്ളിൽ ചിത്രം OTTയിലേക്ക് എത്താൻ സാധ്യതയില്ല. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ പാത സ്വീകരിച്ച് പരമാവധി തിയേറ്റർ റണ്ണിന് ശേഷമായിരിക്കും ചിത്രം സ്ട്രീം ചെയ്യാൻ ആരംഭിക്കുക. നിവിൻ പോളിയും അജു വർഗീസും ഒരുമിക്കുന്ന 10ാമത്തെ ചിത്രം കൂടിയാണ് സർവമായ. ജനാർദ്ദനൻ, രഘുനാഥ് പല്ലരി, മധു വാര്യർ, അൽതാഫ് സലീം, പ്രീതി മുകുന്ദൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയകുമാർ, രാജീവ് മേനോൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശരൺ വേലായുധനാണ്. അഖിൽ സത്യൻ തന്നെയാണ് ചിത്രത്തിന്റെ എഡിറ്റർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.